ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ബാക്കി വരുന്ന അപ്പത്തിൻ്റെ മാവ് ബ്രെഡും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തയ്യാറാക്കണമെങ്കിൽ കൂടുതൽ ബ്രെഡ് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഇനി ഇതിനെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനവിടെ ബ്രെഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യണമെങ്കിൽ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു കത്രിക ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ബ്രെഡ് വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, അതിപ്പോൾ 4 കഷ്ണങ്ങളായിട്ട് എടുക്കുമ്പോൾ തന്നെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അധികം വലിപ്പത്തിൽ കട്ട് ചെയ്യാതെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനതിവിടെ ബ്രെഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ നമ്മൾ കാപ്പി ഉണ്ടാക്കിയ ശേഷം ബാക്കി വന്ന അപ്പത്തിൻ്റെ മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന മാവ് കളയാതെ ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ മൈദപ്പൊടിയും കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്ക് ആ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഞാനതവിടെ മാവ് നല്ലതുപോലെ കട്ടകളില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കലക്കിയെടുത്തിരിക്കുന്നത്. അധികം വെള്ളം കൂടി പോകാനൊന്നും പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഓരോ ബ്രെഡ് വീതം നമുക്ക് ഈ ഒരു മാവിലേക്ക് മുക്കി കൊടുക്കാം. അതിനുശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതവിടെ നല്ലതുപോലെ ചൂടായ ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ബ്രെഡ് ഈ മാവിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവുകയും ചെയ്യും, നമുക്ക് അതൊരു ടേസ്റ്റും കാണില്ല. അപ്പോൾ ആ ഒരു എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനതിവിടെ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കണ്ണാപ്പ ഉപയോഗിച്ച് ഇതുപോലെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അധികം എണ്ണയൊന്നും ചേർത്ത് ഇതുപോലെയൊന്നും ഫ്രൈ ചെയ്യില്ല. കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കാരണം നമുക്ക് ഈ എണ്ണ പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ചാണ് ഓരോന്നും ഫ്രൈ ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതാ 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എണ്ണയെല്ലാം ഒന്ന് ഊറ്റി നല്ലതുപോലെ ഊറ്റി നമുക്ക് അതിനെ ഒന്ന് എടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ ഒരു കളറൊക്കെ മാറി നല്ല ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എണ്ണയെല്ലാം ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാ ബ്രെഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനവിടെ എണ്ണയിൽ നിന്നെല്ലാം ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. ഒരു 5-10 മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.